ഹായ് ഓൾ, സഹകാരി PSCയുടെ മറ്റൊരു ലൈഫ് സയൻസ് സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ഡിഗ്രി മെയിൻസിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ? തകൃതിയായിട്ട് പോവാണ്. ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. പ്രിലിംസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ മെയിൻസിന് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ഇനി എങ്ങാനും പ്രിലിംസ് കിട്ടിയിട്ട് നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കാണ്ട് പോയിട്ട് ആ സമയത്ത് ചെന്ന് റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇൻ കേസ് കിട്ടിയില്ലേ നമ്മൾ അടുത്ത പ്രിലിംസിന് വേണ്ടി ഈ സംഗതികൾ ഉപയോഗിക്കാമല്ലോ എന്ന് നിങ്ങൾ കരുതിച്ചാൽ മതി. സോ മാക്സിമം നിങ്ങൾ മെയിൻസിനും പ്രിലിംസിനും ഒക്കെ ഒരുപോലെ വരുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുത്തു. സ്പെഷ്യൽ ടോപ്പിക്കുകൾ അവസാനം നോക്കുന്ന രീതിയിലേക്ക് എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്താൽ മതി. പ്രിലിംസ് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കുട്ടികളുടെ കാര്യത്തിന് എടുത്ത് പറഞ്ഞതാട്ടോ. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കാണ്ടൊന്നും ഇരിക്കരുത്. നിങ്ങൾ കോമൺ സബ്ജക്റ്റും ഓവർലാപ്പിംഗ് ഉള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുക. ഇപ്പോൾ പ്രിലിംസിനും വേണ്ടി വരുന്ന സബ്ജക്റ്റ് മെയിൻസിന് ഇപ്പോൾ ഹിസ്റ്ററി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, പൊളിറ്റി, ഇങ്ങനത്തെയൊക്കെ എല്ലാത്തിനും വേണ്ട സബ്ജക്റ്റാണല്ലോ. അതുപോലെ മാത്സിൻ്റെയൊക്കെ ആവശ്യകതയുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ടിരുന്നോ, നന്നായിട്ട് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരുന്നോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിസൾട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഏരിയസൊക്കെ കവർ ആയിട്ടുണ്ട്. ജനറൽ ടോപ്പിക്സ് മുഴുവൻ പഠിച്ച് തീർത്തിട്ടുണ്ടാവും, ജോഗ്രഫി ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ. പിന്നെ കിട്ടുന്ന സമയം പ്രിലിംസിന് ശേഷം റിസൾട്ടിന് ശേഷം കിട്ടുന്ന സമയം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രം പഠിക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചാൽ മതി, അല്ലേ? അതൊരു സ്മാർട്ടായിട്ടുള്ളൊരു ടെക്നിക്കാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പല അധ്യാപകരും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ ഇത് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനുള്ള റിവിഷൻ നോട്ട്സും കൂടി നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം മേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോൾ റിവിഷൻ നോട്ട്സും കൂടിയൊക്കെ പഠിച്ച് റിവൈസ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടേണ്ട ആവശ്യമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് പൂർണ്ണമായിട്ട് നടത്തിയതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, ശരി. അപ്പോൾ നമുക്കൊന്ന് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്ന ഏരിയയുടെ പാർട്ട് 2 കടന്നു പോകാൻ പോകുന്നത്. ആദ്യ പാർട്ടിൽ കുറച്ചധികം കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കണ്ടിരുന്നു. ഇന്ന് കുറച്ചുകൂടി അധികം കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പോകുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ പാർട്ട് 2 പോവാണ്. ആദ്യമായി നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വൈറൽ ഡിസീസസിനെ പറ്റിയിട്ടൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. വൈറസ് കോസേറ്റീവ് ഓർഗാനിസമായിട്ട് വരുന്ന രോഗങ്ങളെ പറ്റി പഠിച്ചു. ഇന്ന് നമ്മൾ ബാക്ടീരിയയാണ് നോക്കാൻ പോകുന്നത്. See, bacteria are single-celled organisms that have a cell wall and cell wall are called a bacteria. Bacteria enter the body through various means and cause diseases by releasing harmful substances, and they multiply, reproduce rapidly inside the body. Bacteria ശരിക്കും പറഞ്ഞാൽ വൈറസുകളെ പോലെ അത്ര കണ്ട് പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ ചില ബാക്ടീരിയാസ് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ബോഡിക്കകത്ത് ബാക്ടീരിയാസ് ആവശ്യമുള്ളതുകൊണ്ട് കേട്ടോ. നമ്മുടെ പ്രോബയോട്ടിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ബാക്ടീരിയ, നല്ല ബാക്ടീരിയ കൾട്ടിവേറ്റ് ചെയ്യുന്ന നല്ല സാഹചര്യങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടാവണം. അത് ഡൈജഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നന്നായിട്ട് നമ്മളെ സഹായിക്കുന്ന ബാക്ടീരിയാസ് ഉണ്ട്. എന്നാൽ ചില ബാക്ടീരിയാസ് നമ്മുടെ ശരീരത്തെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നതുകൊണ്ട് അവന്മാരാണ് ഡിസീസസ് കോസിങ് ആയിട്ടുള്ളതെന്നുള്ളതാണ്. ദ വേർഡ് ബാക്ടീരിയ ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മീനിങ് സ്മോൾ റോഡ് അല്ലെങ്കിൽ ഷാഫ്റ്റ്. ഒരു ചെറിയ ഷാഫ്റ്റ് പോലെ, റോഡ് പോലെ എന്ന് തോന്നിക്കുന്ന പല ടൈപ്പിലുള്ള ബാക്ടീരിയസ് ഉണ്ട് അല്ലേ. അതിൽ റോഡ് പോലെ തോന്നിക്കുന്ന രൂപത്തിലാണ് ആദ്യമായിട്ട് ബാക്ടീരിയ കണ്ടെത്തുന്നത്. അതിൻ്റെ ഗ്രീക്ക് വേർഡാണ് ബാക്ടീരിയ. സ്മോൾ റോഡ് അല്ലെങ്കിൽ സ്മോൾ സ്റ്റാഫ്, ഒരു ചെറിയ ദണ്ട് എന്ന രീതിയിൽ തോന്നിക്കുന്ന വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് ബാക്ടീരിയ. In 1676, Anton van Leeuwenhoek first observed bacteria through a microscope that he made himself, and he called them animalcules. എന്താണ് വിളിച്ചത്? ടൈനി ആനിമൽ, ആനിമാൽക്യുലസ്, ടൈനി ആനിമൽസ് എന്ന രീതിയിലാണ് അദ്ദേഹം ഒന്ന് പേര് കൊടുത്തതെന്നുള്ളത്. ആൻറ്റോൺ വാൻ ലീവൻഹൂക്കാണ് ബാക്ടീരിയ കണ്ടെത്തിയ മനുഷ്യൻ. ക്രിസ്ത്യൻ ഗോട്ട്ഫ്രൈഡ് എരൻബർഗ് gave them the name bacteria in 1832. 1676 ഏകദേശം 200 വർഷം എത്തിയില്ല, എന്നാലും ഏകദേശം ഒരു 150 വർഷത്തിനൊക്കെ ശേഷമാണ് ബാക്ടീരിയ എന്ന പേര് ഈ ലിവിങ് ഓർഗാനിസങ്ങൾക്ക് വരുന്നത്. ബാക്ടീരിയയെ പറ്റിയിട്ടുള്ള പഠനശാഖയെ വിളിക്കുന്ന പേര് മറ്റൊരു കൺഫ്യൂഷനും ഇല്ല. ഏതിനോടൊപ്പം നമ്മൾ ഓളജി ചേർത്ത് പറയും ബാക്ടീരിയയ്ക്കും അത് തന്നെയാണ്, ബാക്ടീരിയോളജിയാണ്. നമുക്ക് ഡിസീസസിലേക്ക് പോകാം. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. പൾമണറി ട്യൂബർക്കുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ് കോസേറ്റീവ് ഏജൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത്. 2 ഡിഫ്തീരിയ, കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയേ. കോറിനെ ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഡിഫ്തീരിയ കോസ് ചെയ്യുന്നത്. കോളറ, വിബ്രിയോ കോളറെ. വിബ്രിയോ കോളറെ ഒരു കാരണവശാലും മറക്കത്തിൽ ഒരുപാട് തവണ PSC ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഒരുപാട് പഠിച്ച് വായിച്ച് റാങ്ക് ഫയലുകളിൽ നിന്ന് കേട്ട് സുപരിചിതമായിട്ടുള്ള നെയിമാണ് വിബ്രിയോ കോളറെ, കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയം.
ലെപ്രസി മൈക്കോ ബാക്ടീരിയം ലെപ്രയാണ്. മൈക്കോ ബാക്ടീരിയത്തിൻ്റെ തന്നെ ഒരുപാട് കാറ്റഗറികളിലുള്ള ബാക്ടീരിയകൾ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ടി ബിയുടെ കാര്യം പറഞ്ഞത്, പൾമണറി ടി ബിയുടെ കാര്യം പറഞ്ഞത്. ലെപ്രസി വന്നപ്പോൾ മൈക്കോ ബാക്ടീരിയം തന്നെ, മൈക്കോ ബാക്ടീരിയത്തിൻ്റെ ലെപ്രേ മൈക്കോ ബാക്ടീരിയം ലെപ്രേ. പെർച്യൂസിസ് ബോർഡച്ചല പെർച്യൂസിസ് ആണ് പെർച്യൂസിസ് ഉണ്ടാക്കുന്നത്. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ് ആണ് ആന്ത്രാക്സ്. അതുപോലെ ക്ലാമിഡിയ ട്രാക്കോമാറ്റിസ്. ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസ് എന്താണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടെറ്റനസ് എന്ന രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. അടുത്ത ആളിലേക്ക് പോവാം. പ്ലേഗ് യെർസീനിയ പെസ്റ്റസ്. അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഡിസീസ് ആയിരുന്നു. പ്ലേഗ് വന്നിട്ട് മരിച്ചു. പ്ലേഗ് ആയിരക്കണക്കിന് പേര് കൊന്നൊടുക്കി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെയധികം ഡെഡ്ലി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നതാണ് അല്ലേ പ്ലേഗ്. യെർസീനിയ പെസ്റ്റസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കാരണക്കാരൻ. ഗൊണോറിയ എന്നാണെങ്കിൽ ഗൊണേറിയ എന്ന് വായിക്കും. നെയ്സേരിയ ഗുണേറിയേ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഗുണേറിയയ്ക്ക് കാരണമാകുന്നത്. STP ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാറുമുണ്ട് ഗുണേറിയയൊക്കെ. പിന്നെ ബോട്ടുലിസം ക്ലോസ്ട്രിഡിയം ബോട്ടുലിസത്തിന് കാരണമാകുന്നത്. ടൈഫോയിഡിന് കാരണം സാൽമൊണെല്ല ടൈഫി. അഗെയിൻ മറ്റൊരു കോമൺ PSC ചോദ്യമായിരുന്നു ടൈഫോയിഡ്. സാൽമൊണെല്ല ടൈഫി, ഇതും നിങ്ങളധികം കേട്ടിരിക്കും. ഒരുപാട് സുപരിചിതമായിട്ടുള്ള പേരായിരിക്കും സാൽമൊണെല്ല ടൈഫി എന്ന് പറയുന്നത്. സാൽമൊണെല്ല ടൈഫി ടൈഫോയിഡിന് കാരണം. സിഫിലിസ് ട്രെംപോനീമ പാല്ലിഡിയം എന്ന ബാക്ടീരിയയാണ് സിഫിലിസിന് കാരണമാകുന്നത്. സാൽമൊണെല്ല എൻറ്റെറിഡിറ്റിസ് അല്ലേ, സാൽമൊണെല്ല എൻറ്റെറിഡിറ്റിസ് വൈറസ് ബാക്ടീരിയയാണ്. നിമോണിയ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എല്ലാവർക്കും അറിയാം അല്ലേ. നിമോണിയ സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയെ, അതും മറ്റ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നതാണ്. പിന്നുള്ളത് റാറ്റ് ഫീവർ ആണ്. ലെപ്റ്റോസ്പൈറ ഇക്റ്റെറോഹെമുറേജിയേ ലെപ്റ്റോസ്പൈറ ഇക്റ്റെറോഹെമുറോജിയേ. ഹെമറേജി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നും. ഹെമറേജ് നമ്മൾ പറയുന്നില്ലേ, അത് തന്നെയാണ് സാധനം. ഇക്റ്റെറോഹെമുറേജിയേ എന്നോ പറയാം. ഹെമുറേജിയ എന്ന് പറയാം. ഇക്റ്റെറോഹെമുറേജി എന്ന് പറയാം. ലെപ്റ്റോസ്പൈറ ഇക്റ്റെറോഹെമുറേജിയേ. റാറ്റ് ഫീവറിന് കാരണമാകുന്ന, എലിപ്പനിക്ക് കാരണമാകുന്ന ബാക്ടീരിയയുടെ പേരാണ് നിങ്ങൾ ഈ നെടുനീളത്തിന് എഴുതി വെച്ചിരിക്കുന്ന ആലോചിച്ച് നോക്കിയേ. ശശി തരൂരൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ടത് പറയും അല്ലേ. നമുക്കാണ് ബുദ്ധിമുട്ട്. ആദ്യത്തെ രോഗത്തെ നമുക്ക് പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ ടൈഫോയിഡ്. ടൈഫോയിഡ് ഫീവർ ഈസ് ലൈഫ് ത്രെറ്റനിങ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ caused by bacterium Salmonella enterica സെറോവർ ടൈഫി, കോമൺലി നോൺ ആസ് സാൽമൊണെല്ല ടൈഫി. അതിൻ്റെ പൂർണ്ണ പേരാണ്, ഫുൾ നെയിമാണ്, സ്കൂളിലിട്ട പേര് സാൽമൊണെല്ല എൻറ്ററിക്ക സെറോവർ ടൈഫി എന്നാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് സാൽമൊണെല്ല ടൈഫി. ഇപ്പോൾ സ്കൂളിൽ പേരും അറിയാം, വീട്ടിൽ പേരും അറിയാം. നോൺ ആസ് സാൽമൊണെല്ല ടൈഫി ക്യാരിഡ് ഓൺലി ബൈ ഹ്യൂമൻസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ടൈഫോയിഡിന് കാരണമാകുന്ന വൈറസ് ഈസ് ഓൺലി ക്യാരിഡ് ബൈ ഹ്യൂമൻസ്. No other animal carrier have been found yet. അറ്റ്ലീസ്റ്റ് നാളിതുവരെയെങ്കിലും ടൈഫോയിഡിന് പുതിയ ഹ്യൂമൻസ് അല്ലാത്ത മറ്റ് കാരിയേഴ്സിന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇറ്റ് ക്യാൻ ഓൾസോ സ്പ്രെഡ് ഡ്യൂ ടു പുവർ ഹൈജീൻ കണ്ടീഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ദി ഫീഷ്യൽ അല്ലെങ്കിൽ ഓറൽ റൂട്ട് ത്രൂ ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ. വൃത്തിശൂന്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം പോലുള്ളവ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ടൈഫോയിഡ് പൊതുവെ ഉണ്ടാവുക എന്നുള്ളതാണ്. Travelers are at a higher risk of developing typhoid fever in many typhoid endemic countries, and this include parts of Asia, India, Pakistan, Bangladesh, അതുപോലെ ആഫ്രിക്ക, കരീബിയൻ, സെൻട്രൽ ഏഷ്യൻ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ നേഷൻസ്, സെൻട്രൽ അമേരിക്കൻ നേഷൻസ്, മിഡിൽ ഈസ്റ്റ് പോലുള്ള ഇടങ്ങളിലാണ് കോമൺ ആയിട്ടുള്ള ഇൻസിഡൻസുകൾ പറയുന്നത്. എന്താണ് ടൈഫോയിഡ് ഉണ്ടായാലുള്ള സിംറ്റംസ് ആൻഡ് സൈൻസ് ഓഫ് ടൈഫോയിഡ് റേഞ്ച് ഫ്രം മൈൽഡ് ടു സിവിയർ, can last for about 1 month without a treatment and may include a fever, fatigue or tiredness. മലായ്സ്, അതായത് ഒരു മലായ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു സുഖമില്ലായ്മ എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലേ. സോർ ത്രോട്ട്, പെർസിസ്റ്റൻറ്റ് കഫ്, ചുമ, ഹെഡ് ഏക്ക്, തലവേദന, പനി, ചുമ, ജലദോഷം, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തന്നെയാണ്. ടയർഡ്നെസ്, ക്ഷീണമൊക്കെ തന്നെയാണ് ഇതിൻ്റെയും സിംറ്റം. എങ്ങനെ കണ്ടെത്താൻ പറ്റും ടൈഫോയിഡ് ഉണ്ടോ എന്നുള്ളത്? വൈഡൽ ടെസ്റ്റ്.
ടൈഫോയിഡ് ഉണ്ടോ എന്നുള്ള എങ്ങനെ കണ്ടെത്താം? വൈഡൽ ടെസ്റ്റ്. അപ്പോൾ ടൈഫോയിഡ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന നിരന്തരം PSC ചോദിച്ചിട്ടുണ്ടെന്ന് ചോദ്യമായിരുന്നു. ടൈഫോയിഡ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റ്. പ്രിവെൻഷൻ, ടൈഫോയിഡിന് വാക്സിൻസ് ഉണ്ട്. ദ ടൈഫോയിഡ് വാക്സിൻ ഈസ് അവൈലബിൾ ആസ് എൻ ഓറൽ മെഡിക്കേഷൻ ഓർ എ വൺ ഓഫ് ഇഞ്ചക്ഷനായിട്ടും ഓറൽ മെഡിക്കേഷനായിട്ടും വാക്സിൻസ് കിട്ടാറുണ്ട് ടൈഫോയിഡിന് അഗെയിൻസ്റ്റ് ആയിട്ട്. Capsules for adults and children over the age of 6 years, a live attenuated vaccine is available. Vaccine available ആണ്. Shorter. For adults and children over the age of 2 years, an inactivated vaccine given 2 weeks before travel. ട്രാവൽ രണ്ട് ആഴ്ചകൾക്ക് മുമ്പായിട്ട് നമുക്കൊരു ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന സിറ്റുവേഷനുണ്ട്. അങ്ങനെയും നമുക്ക് പ്രിവെൻഷൻ എടുക്കാം. പിന്നെ ടൈഫോയിഡ് വാക്സിൻ ഈസ് ഓൺലി 50 to 80% എഫക്റ്റീവ് എന്നെടുത്ത് പറയുന്നുണ്ട്. ടൈഫോയിഡ് വാക്സിൻസ് പൂർണ്ണമായിട്ടും രോഗം ഉണ്ടാകില്ല എന്ന ഉറപ്പൊന്നും നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു 50 to 80% മാത്രമാണ് ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നത്. ബട്ട് എനി ഹൗ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഒന്ന് പ്രിവെൻഷൻ എടുത്ത് പോകുക എന്നുള്ളതാണ് യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത്. ട്രീറ്റ്മെൻറ്റ് എന്താ ടൈഫോയിഡ് വന്നാൽ? ടൈഫോയിഡ് ഫീവർ റിക്വയർസ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൻറ്റിബയോട്ടിക്സ്. കാരണം ഇത് ബാക്ടീരിയൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോസിബിൾ ആണ്. The effectiveness of antibiotics for typhoid fever is threatened by the emergence of drug-resistant strains of bacteria. നമ്മൾ ഒരു പൊതുവെ ആൻറ്റിബയോട്ടിക്സ് ആൾക്കാർ ഇന്നിപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കപ്പലണ്ടി കഴിക്കണ മാതിരി ആൾക്കാർ കഴിക്കുമെങ്കിലും അത്ര നല്ല ശീലമല്ലാതെ ആൻറ്റിബയോട്ടിക്സ് നമ്മുടെ ശരീരത്തിലേക്ക് കൺസ്യൂം ചെയ്യപ്പെടുന്നതനുസരിച്ച് ബോഡിയിലേക്ക് കടന്നു വരുന്ന വൈറസ് ബാക്ടീരിയാസ് ക്രമേണ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് പോകും. നമുക്ക് നേരിടേണ്ടി വരുന്നവനോട് നമ്മൾ പതിയെ റെസിസ്റ്റൻ്റ് ആകാൻ തുടങ്ങും ബാക്ടീരിയാസ്. അപ്പോൾ ഇവഞ്ച്വലി ചെറിയ ഡോസിലുള്ള ആൻറ്റിബയോട്ടിക്സ് ഒന്നും പിന്നെ നമുക്ക് എഫക്റ്റീവ് ആകാതെ വരുന്ന സിറ്റുവേഷനിലേക്ക് പോകും. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ഭാവിയിൽ എടുക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിലെ എല്ലാ ബാക്ടീരിയസിനെ നശിപ്പിച്ചേക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പരമാവധി കൺസപ്ഷൻ കുറയ്ക്കാനായിട്ട് നോക്കുക. എന്തെങ്കിലും അസുഖം വരുമ്പോൾ കൺസ്യൂം ചെയ്യാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പക്ഷേ അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ അത് കുറയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. The existence of resistant strains of bacteria means antibiotics or drugs designed to kill them no longer works. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ആണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇനി വേറൊരു സിറ്റുവേഷൻ ഉണ്ട്, MDR, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്? നമ്മൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക്സിനോട് ഈ ബാക്ടീരിയാസ് റെസിസ്റ്റൻ്റ് ആവുന്ന സാഹചര്യം. ഇനി MDR ഉണ്ട്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ട്. അതെന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ലാക്ക് ഓഫ് സസെപ്റ്റബിലിറ്റി ടു ദി ലാസ്റ്റ് വൺ ഏജൻറ്റ് ഇൻ 3 or more കെമിക്കൽ ക്ലാസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്. അതായത് മൂന്നിലധികമോ ക്ലാസസ് ഓഫ് ആൻറ്റിബയോട്ടിക്സിൽ സസെപ്റ്റബിലിറ്റി അറ്റ്ലീസ്റ്റ് ഒരു ഏജൻറ്റിനോടെങ്കിലും സസെപ്റ്റബിലിറ്റി കുറവ് കാണിക്കുന്ന കണ്ടീഷനെയാണ് നമ്മൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്. ട്രെയിൻസ് വെയർ ക്ലാസിഫൈഡ് ആസ് MDR if they had genes giving resistance to antibiotics, ampicillin, chloramphenicol, അതുപോലെ ട്രൈമീതോപ്രിം, സൾഫാമീതോക്സാസോൾ പോലുള്ള ആൻറ്റിബയോട്ടിക്സിന് എഗെയിൻസ്റ്റായിട്ട്, ആംപിസിലിനൊക്കെ വളരെ കോമൺ ആണ്, ഒരു സ്ട്രെയിൻ എഗെയിൻസ്റ്റായിട്ടെങ്കിലും റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് MDR കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ബാക്ടീരിയാസ് ആണ്. MDR ആണ്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉള്ള ഒന്നിലധികം ഡ്രഗുകളിൽ റെസിസ്റ്റൻസ് കാണിക്കുന്ന സിറ്റുവേഷൻ. A new type of drug resistance is observed in strains termed as XDR typhoid. Strains resistant to antibiotic azithromycin have been seen in India, Bangladesh, Nepal and Pakistan. മറ്റൊരു പുതിയ ഡ്രഗ് റെസിസ്റ്റൻസ് ആണ് XDR എന്ന രീതിയിൽ വിളിക്കുന്നത് എന്നുള്ളതാണ്. എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻസ് ആണ് XDR. എന്താണ് XDR? എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻസ്. It is caused by a strain that is resistant to at least 5 antibiotic classes recommended for treating typhoid. Minimum ടൈഫോയിഡിന് വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്ന 5 ആൻറ്റിബയോട്ടിക്കുകൾക്ക് എഗെയിൻസ്റ്റ് എങ്കിലും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവനാണ് എക്സ്റ്റെൻസീവ് ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന കാറ്റഗറിയിൽ ഉള്ള ബാക്ടീരിയകൾ. അപ്പോൾ ചില ബാക്ടീരിയ MDR ബാക്ടീരിയ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ അങ്ങനെയാണ് അറ്റ്ലീസ്റ്റ് 3 എണ്ണത്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് ഉള്ള റെസിസ്റ്റൻസ് അവരുണ്ടാവും. ഈ XDR എന്ന് പറയുന്ന പിന്നെ തൈഫോയിഡ് ആണ്, XDR എന്ന ബാക്ടീരിയ ഉള്ള തൈഫോയിഡാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ ഈ തൈഫോയിഡിന് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളിൽ 5 ആൻറ്റിബയോട്ടിക്കുകളും നിങ്ങൾക്ക് വർക്കാവാൻ പോകുന്നില്ല. 5 പേർക്കുള്ള റെസിസ്റ്റൻസ് ആർക്കുണ്ട്? നിങ്ങളുടെ ശരീരത്തിലെ തൈഫോയിഡ് ബാക്ടീരിയാസിനുണ്ട്. സാൽമണല്ല ടൈഫിക്കുണ്ടെന്ന്. India's health ministry is considering introducing new typhoid conjugate vaccines into the national immunization program. 2 WHO pre-qualified vaccines have been developed in India on the TCV by Bharat Biotech
അതുപോലെ ടൈഫി ബെവ് ബയോളജിക്കലി. ഇപ്പോൾ 2 കമ്പനികളെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, കൊറോണയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഭാരത് ബയോടെക് എന്ന കമ്പനിയും ബയോളജിക്കലി എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ 2 കമ്പനികൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 2 വാക്സിനുകൾ, ഒന്ന് ടിപ് ബാർ TCB എന്ന് പറയുന്ന പിന്നെ വാക്സിനും അതുപോലെ ടിഫി ബെവ് എന്ന് പറയുന്ന മറ്റൊരു വാക്സിൻ. ഈ 2 വാക്സിനുകൾക്കും WHO പ്രീ ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യയിൽ പുതിയ ഒരു കോൺജുഗേറ്റ് വാക്സിൻസ് എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ കാണുന്നതാണ് പറയുന്നത്. രണ്ടാമത്തെ അസുഖം നിമോണിയ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനകത്ത് പഠിക്കുന്നു. എന്തുകൊണ്ടാണ്? ശ്വാസകോശ സംബന്ധമായിട്ടുള്ളൊരു അസുഖമാണ് അല്ലേ. സ്ട്രെപ്റ്റോകോക്കസ് നിമോണിയ എന്ന് പറയുന്ന ബാക്ടീരിയ കോസ് ചെയ്യുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം. ശ്വാസോച്ഛ്വാസത്തിലൂടെ കടന്നു പോകുന്നു, പകരുന്നു. It is a highly contagious lung infection characterized by inflammation of air sacs in one or both the lungs, and the air sac get filled with the fluid or pus, resulting in fever, chill, cough and breathing difficulty. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നിമോണിയ. അതുകൊണ്ട് തന്നെ ആൽവിയോളാർ റീജിയൻസ്, അതായത് നമ്മുടെ ലങ്സിലെ അവസാനത്ത് എയർ വന്ന് നിറയുന്ന എയർ സാക്കുകൾക്കുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസും അതുപോലെ ഫ്ലൂയിഡ് ഫില്ലിങ്ങുമാണ് നിമോണിയയ്ക്ക് കാരണമാകുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിമോണിയ ബാക്ടീരിയലാകാം, വൈറലാകാം, മൈക്കോപ്ലാസ്മയാകാം, ഫംഗലാകാം. നമ്മളത് പഠിച്ചതുമാണ്. സിംറ്റംസ് പോലുള്ളവയെ നമ്മൾ പഠിച്ചതാണ്. കഫിങ്, മ്യൂക്കസിനകത്ത് ചെറുതായിട്ട് ബ്ലഡോ അല്ലെങ്കിൽ ഗ്രീനിഷ് കളർ ഉണ്ടാവുക, പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നമുക്ക് ശ്വാസതടസ്സം ഉണ്ടാവുക, പനി ഉണ്ടാവുക, വിശപ്പില്ലായ്മ ഉണ്ടാവുക, തലകറക്കം, ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദന ഉണ്ടാവുക ഒക്കെ നമ്മൾ ക്ലാസിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ശ്വാസോച്ഛ്വാസത്തിലൂടെ പകരുകയും ചെയ്യാം, ബാക്ടീരിയ പകരാം. മറ്റൊന്ന് ട്യൂബർകുലോസിസ്, TB, കോസ്ഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് TBക്ക് കാരണമാകുന്നത്. It can practically affect any organ of the body and the most common ones are lungs, pleura. Pleura എന്ന് പറഞ്ഞാൽ ലങ്സിന് പുറമെ നമ്മൾ കൊടുക്കുന്ന ആവരണം, പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ്. നമ്മളിപ്പോൾ ശരീരത്തിന് മുകളിലേക്ക് ഷർട്ട് ഇടുക എന്ന് പറയുന്നത്, ഷർട്ട് എന്ന് പറയുന്നത് എൻ്റെ ബോഡിക്ക് പുറകെ ഇട്ടിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആവരണം എന്ന് ഞാൻ പറയും. അതുപോലെയാണ് ലങ്സിന് പുറമെ കാണുന്ന ഒരു ആവരണമാണ് പ്ലൂറ. അതുപോലെ ലിംഫ് നോട്ട്സ്, ഇൻറ്റസ്റ്റൈൻസ്, സ്പൈന്, ബ്രെയിൻ എന്നിവ എവിടെ വേണമെങ്കിലും TB എഫക്റ്റ് ചെയ്യപ്പെടാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കിങ് ഓഫ് ഡിസീസസ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് TB, ട്യൂബർകുലോസിസ്. ട്യൂബർകുലോസിസ് ഒരു എയർബോൺ ഇൻഫെക്ഷനാണ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ക്ലോസ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ്, സ്പെഷ്യലി ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് സ്പേസസ് വിത്ത് പൂർ വെന്റിലേഷൻ. പ്രോപ്പർ എയർ സർക്കുലേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിട്ട്, ഇപ്പോൾ സ്ലമ്മുകളൊക്കെ ഇല്ലേ, ചേരികളും മറ്റുമൊക്കെ ഉള്ള ഇടങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ക്ലോസ് കോൺടാക്റ്റ് ഇൻഫെക്റ്റ് ആളുമായിട്ട് വരുന്ന സാഹചര്യത്തിലാണ് എയറിലൂടെ തന്നെയാണ് ഇത് പകരുന്നത് എന്നുള്ളതാണ്, ശ്വാസോച്ഛ്വാസത്തിലൂടെയൊക്കെ. സിംറ്റംസ് എന്താണ് TBയുടെ? കഫ് വിത്ത് സ്പ്യൂട്ടം ആൻഡ് ബ്ലഡ് അറ്റ് ടൈംസ്. രക്തം കഫത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം വരാം. തുപ്പുമ്പോൾ ചെസ്റ്റ് പെയിൻസ്, നെഞ്ചുവേദന ഉണ്ടാവാം, തളർച്ചയുണ്ടാവാം, വെയിറ്റ് ലോസ് ഉണ്ടാവാം, ഫീവർ ഉണ്ടാവാം, നൈറ്റ് സ്വെറ്റ്, രാത്രി കാലങ്ങളിൽ വിയർക്കുന്ന സാഹചര്യം ഉണ്ടാവാം. TBയുടെ സിംറ്റംസ് ആണ് ഇതൊക്കെ. ട്യൂബർകുലോസിസ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇത് 5 ആൻറ്റി മൈക്രോബിയൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഡോട്ട്സ് തെറാപ്പി എന്ന് പറയും. മൾട്ടി ഡ്രഗ് തെറാപ്പിയാണ്. ഒന്നിലധികം ഡ്രഗുകൾ, 5 മരുന്നുകൾ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു കോഴ്സാണ്, ഒരു 6 month കോഴ്സാണ് ഡോട്ട്സ് തെറാപ്പി എന്ന് പറയും. Anti-TB medicines have been used for decades and strains that are resistant to one or more of the medicines have been documented in every country surveyed. ഈ മെഡിസിനോടുള്ള റെസിസ്റ്റൻസ്, ആൻറ്റിബയോട്ടിക്സിനോടുള്ള റെസിസ്റ്റൻസ് ബാക്ടീരിയ കാണിക്കുന്നത് TBയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്ന പിന്നെ ബാക്ടീരിയകളും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കും, അല്ലെങ്കിൽ ക്രമേണ അവൻ ആ ഒരു റെസിസ്റ്റൻസിലേക്ക് വന്നത്. മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർകുലോസിസ് ഇസ് ഓൾസോ ദർ. നമ്മൾ നിമോണിയയുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ, അല്ല ടൈഫോയിഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഈസ് എ ഫോം ഓഫ് TB കോസ്ഡ് ബൈ ബാക്ടീരിയ ദാറ്റ് ഡു നോട്ട് റെസ്പോണ്ട് ടു isoniazid and rifampicin, the 2 most powerful first-line anti-TB drugs, but are curable using second-line drugs such as bedaquiline. അതായത് ഐസോണിസിഡും അതുപോലെ റീഫാംപിസിനും പോലുള്ള കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള TB ഡ്രഗ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുള്ള സാഹചര്യത്തിനെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർകുലോസിസ് എന്ന് പറയുക എന്നാണ് പറയുന്നത്. BCG വാക്സിൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബാസിലസ് കാൽമെറ്റെ ഗ്യൂറിൻ, BCG വാക്സിൻ. ഒരു ഫ്രഞ്ച് ബാക്ടീരിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൽബർട്ട് കാൽമെറ്റയും അതുപോലെ
ക്യാമിലെ ഗ്വെറിനും ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു വാക്സിനാണത്. ടി ബി വരുന്നതിന് മുമ്പ്, ടി ബി വന്നിട്ട് ഇത് കുത്തിവെച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. വാക്സിൻ എന്ന് നമ്മൾ പറഞ്ഞു. സോ വാക്സിൻ ഹാസ് ടു ബി ടേക്കൺ ഇൻ അഡ്വാൻസ് ആയിട്ട് എടുക്കേണ്ട സിറ്റുവേഷനാണ് വാക്സിൻസുമായിട്ട് ബന്ധപ്പെട്ട്. അത് BCG വാക്സിൻ ട്യൂബർകുലോസിസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കും. ദ തീം ഫോർ വേൾഡ് TB ഡേ 2026 മാർച്ച് 24 കേട്ടോ. വേൾഡ് ട്യൂബർകുലോസിസ് ഡേ മാർച്ച് 24. ഇപ്പോൾ കഴിഞ്ഞു ഓൾറെഡി എന്നുള്ളത് കൊണ്ട് 2026 തീമുണ്ട്. യെസ്, വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് പവേർഡ് ബൈ പീപ്പിൾ. ഇതാണ് 2026 ട്യൂബർകുലോസിസ് ദിനാചരണ പ്രമേയം, തീം എന്ന് പറയുന്നത്. യെസ്, വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് ആൻഡ് പവേർഡ് ബൈ പീപ്പിൾ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത രോഗം പ്ലേഗ് ആണ്. പ്ലേഗ് ഈസ് എ സുനോട്ടിക് ഡിസീസ്. സുനോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്കൊക്കെ പകരുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണ് സൂനോട്ടിക് ഡിസീസ്. സ്റ്റഡി ഓഫ് ആനിമൽസ് ആണല്ലോ സൂവോളജി, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ആനിമൽസിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. ആനിമൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മനുഷ്യർ പെടും. എന്നാലും യെർസീനിയ പെസ്റ്റസ് എന്ന രോഗകാരിയായ ബാക്ടീരിയയാണ് പ്ലേഗിന് കാരണക്കാരൻ. റാറ്റ് ഫ്ലീസും ഒക്കെയാണ് ഈ എലിയുടെ വിസർജ്യവും ഒക്കെയാണ് പ്ലേഗിന് പ്രധാനപ്പെട്ട കാരണമാകുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്ലേഗ് ഉണ്ടായാൽ സിംറ്റംസ് ഹൈ ഫീവർ ആയിരിക്കും, ചിൽസ്, ഹെഡേക്ക്, ബോഡി പെയിൻ, ഫെറ്റീഗ്, നോസിയ, വൊമിറ്റിംഗ്, അല്ലേ? ഛർദിലുണ്ടാകാം, തലകറക്കമുണ്ടാകാം, ക്ഷീണമുണ്ടാകാം, ഉയർന്ന ബോഡി പെയിൻ ഉണ്ടാകാം, തലവേദന, പനി ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഇതൊക്കെ പ്ലേഗിൻ്റെ സിംറ്റംസ് ആണ്. പനി തന്നെയാണല്ലോ എസെൻഷ്യലി. ദ ബിൽഡിംഗ് കൺസ്ട്രക്റ്റഡ് ഇൻ മെമ്മറി ഓഫ് എറാഡിക്കേഷൻ ഓഫ് പ്ലേഗ് ആണ് ചാർമിനാർ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ? ഇപ്പോൾ പ്ലേഗിൻ്റെ ഇറാഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെമ്മറിക്ക് വേണ്ടി നിർമ്മിച്ച ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ചാർമിനാർ. ഓക്കെ. ലെപ്രസി, ദി ഓൾഡസ്റ്റ് നോൺ ഡിസീസ് ഓൺ എർത്ത് ലെപ്രസിയാണ്. ഹാൻസൻസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നത് ലെപ്രസിയാണ്. മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ്. ലെപ്രസി എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് ത്രൂ കോൺടാക്റ്റ് പകരുന്ന രോഗാവസ്ഥയാണ് ലെപ്രസി. പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നും നമ്മുടെ നെർവസ് സിസ്റ്റവുമാണ് ലെപ്രസി എഫക്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ടാകുന്ന എഫക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. ലെപ്രോമിൻ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ലെപ്രസി കണ്ടെത്താനും സാധിക്കും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മൾട്ടി ഡ്രഗ് തെറാപ്പി, അതേ ഡ്രഗ്സ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ മൾട്ടി ഡ്രഗ് തെറാപ്പി തന്നെയാണ് ലെപ്രസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ജനുവരിയിൽ ഒരു കൃത്യമായ ദിവസം നമ്മൾ പറയുന്നില്ല, പക്ഷേ ജനുവരിയിൽ എല്ലാ അവസാനത്തെ സൺഡേയുമാണ് വേൾഡ് ലെപ്രസി ഡേ ആയിട്ട് ആചരിക്കുന്നത്. അശ്വമേധം എന്ന രീതിയിലൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ത്യയിൽ. അശ്വമേധം ഹോം വിസിറ്റ് ഡയഗ്നോസിസ് പ്രോഗ്രാം ഫോർ ദോസ് അഫക്റ്റഡ് ബൈ ലെപ്രസി. ലെപ്രസി അഫക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ഗാർഹിക സന്ദർശനം നടത്തി അവരുടെ രോഗ അവസ്ഥ പരിശോധിക്കുന്ന പ്രോഗ്രാമിന് വിളിക്കുന്ന പേരാണ് അശ്വമേധം. ദി ഓൾഡസ്റ്റ് ഡിസീസ് നോൺ ഓൺ എർത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ലെപ്രസി. ലെപ്റ്റോസ്പൈറോസിസ് അഥവാ റാറ്റ് ഫീവർ, എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത്. The bacteria are excreted through the urine of rats, dogs and certain other animals, and the disease spreads through contact with the stagnant water and a damp, moist environment where these bacteria persist. അതായത് എലിയുടെ മൂത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ നായ്ക്കളുടെയോ പോലുള്ള ആനിമൽസിൻ്റെ പ്രത്യേകിച്ച് അതിനകത്ത് എലിയാണ് പ്രശ്നക്കാരി. എലി, പെരിച്ചാഴി എന്ന് വിളിക്കുന്ന വലിപ്പമേറിയ എലി പോലുള്ള പിന്നെ ആൾക്കാരാണ് ഇതിൻ്റെ വാഹകരെന്ന് പറയുന്നത്. ഇവരുടെ വിസർജ്യങ്ങളൊക്കെ കടന്നു പോകുന്ന കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഡാംപ്നെസ് ഉള്ള ഈർപ്പമുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ ബാക്ടീരിയ ത്രൈവ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു വെള്ളം കോണ്ടാക്റ്റിൽ വരുമ്പോഴോ മറ്റോ ഒക്കെ മുറിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറിയാതെ നമ്മുടെ ബോഡിക്ക് ഉള്ളിലേക്ക് ഇത് എത്തുകയാണെന്നുണ്ടെങ്കിൽ റാറ്റ് ഫീവറിനുള്ള പോസിബിലിറ്റി കൂടും. ലെപ്റ്റോസ്പൈറോസിസ് ആണ് റാറ്റ് ഫീവറിൻ്റെ മറ്റൊരു പേര്. When the bacteria enter the bloodstream through cuts or wounds, they affect body tissues and produce certain toxins. ടിഷ്യൂസിലെ എഫക്റ്റ് ചെയ്യും, ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ് ദേ കോസ് ഡാമേജ് ടു ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് ടു ഇൻറ്റേർണൽ ഹെമറേജ്, ബ്ലീഡിങ്ങിന് കാരണമാകാൻ പോലും കാരണമായിരിക്കും റാറ്റ് ഫീവർ. ഇൻറ്റേർണൽ ബ്ലീഡിങ്. റാറ്റ്, കാറ്റിൽ, ഡോഗ്, പിഗ്, പിന്നെ ജാക്കൽസ്, അതായത് നമ്മളെ ഫോക്സ്, കുറുക്കനൊക്കെയാണ് അതിന് കാരണമാകുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട്. വെയിൽസ് ഡിസീസ് എന്നും അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്, അതുപോലെ ബ്ലാക്ക് ജോണ്ടിസ് എന്നുമൊക്കെ അറിയപ്പെടുന്ന രോഗം ആര് തന്നെയാണ്? റാറ്റ് ഫീവർ തന്നെയാണ്.
കൃഷിക്കാരുടെ രോഗം, ഫാമേഴ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? റാറ്റ് ഫീവർ, എലിപ്പനി തന്നെയാണ്. കാരണം ഫാമേഴ്സ് കൃഷിപ്പാടങ്ങൾ, നനഞ്ഞ പാടങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർക്ക് പണ്ട് കോമൺ ആയിട്ട് കണ്ടുവന്നിരുന്നതാണ്. 7-day ഫീവർ എന്നും എലിപ്പനിയെ വിശേഷിപ്പിക്കാറുണ്ടെന്നും മനസ്സിലാക്കിയിരിക്കുക മറ്റൊരു കാരണമാണ്. ഇത്തരത്തിലുള്ള പാച്ചസൊക്കെ കയ്യിൽ തോന്നിക്കാം. സിംറ്റംസ്: സിവിയർ ആൻഡ് ഹൈ ഫീവർ, ഹെഡേക്ക്, മസിൽ പെയിൻ, റെഡ്നെസ് ഓഫ് ദി ഐസ് ആൻഡ് റെഡ് കളറേഷൻ. അപ്പോൾ കണ്ണിൽ മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ കൈകളിലും മറ്റുമൊക്കെ റെഡ് കളറേഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായേക്കാം. എലിപ്പനിയുടെ സാഹചര്യങ്ങളാണ് അല്ലെങ്കിൽ സൂചനകളാണ്. അത് മറ്റ് പനികളിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇതിനകത്ത് റെഡ്നെസ് ഇൻ ദി ഐ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി എലിപ്പനിയെ സൂചിപ്പിക്കുന്നു എന്ന് പഠിച്ചു വെക്കാൻ പറ്റും. ഡിഫ്തീരിയ, വില്ലൻ ചുമ എന്നൊക്കെ നമ്മൾ പറയുന്നത് ത്രോട്ട് ഡിസീസാണ്. ഡിഫ്തീരിയ ചുമയാണ്. കോസറ്റീവ് ഏജൻറ്റ് Corynebacterium diphtheriae ആണ് നമ്മൾ പഠിച്ചു. Diphtheria is a disease that spreads directly from an infected person to other through coughing or sneezing. തുമ്മലിൽ നിന്നോ ചുമയിലൂടെയോ എയറിലൂടെ ബാക്ടീരിയ പടർന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളിലേക്ക് എത്താവുന്ന സാഹചര്യമുള്ള രോഗാവസ്ഥയാണ് ഡിഫ്തീരിയ. ഇറ്റ് ഇസ് എ ഡിസീസ് ദാറ്റ് അഫക്റ്റ് ദി മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദി നോസ് ആൻഡ് ത്രോട്ട്സ്. മൂക്കിലെയും കണ്ഠനാളത്തിലും തൊണ്ടയിലെയും ഒക്കെ ഉള്ള മ്യൂക്കസ് മെംബ്രെയിനുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് ഡിഫ്തീരിയ. സിംറ്റംസ് എന്താണ്? ഫീവർ, സോർ ത്രോട്ട്, സ്വെല്ലിംഗ് ഓൺ ദ ലിംഫ് നോഡ്സ് ഇൻ ദ നെക്ക്. അതുകൊണ്ട് തന്നെ ശ്വാസതടസ്സം ചില സമയത്ത് ഫീൽ ചെയ്യാം, ത്രോട്ട് പെയിൻ ഫീൽ ചെയ്യാം, അല്ലേ, പനി ഉണ്ടാകാം. സ്വെല്ലിങ്സ് ഉണ്ടാകുമ്പോൾ പൊതുവേ നമുക്ക് ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ബോഡി റെസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പനി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഏത് രോഗാവസ്ഥ വന്നാലും പനി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുക എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ കണ്ടാൽ മതി. The mucous membrane cells destroyed by toxins from a thick greyish colored coating membrane in the throat within 2 or 3 days. Gradually the brain, heart and kidney become damaged. ഇവൻച്വലി, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട് കേട്ടോ ഡിഫ്തീരിയയുടെ കാര്യത്തിൽ. അപ്പോൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വാസ്തവം, ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വാസ്തവം. സോ ആൻറ്റിടോക്സിൻസ് യൂസ്ഡ് അഗെയിൻസ്റ്റ് ദ ടോക്സിൻസ് ആർ അഡ്മിനിസ്റ്റേർഡ് ടു പ്രൊട്ടക്ട് ദ സെൽസ് ആൻഡ് ദാറ്റ് ഹാവ് നോട്ട് യെറ്റ് ബീൻ ഇൻഫെക്റ്റഡ്. ഈ സെൽസിൽ നിന്ന് ഇങ്ങനെ ഇൻഫെക്റ്റ് ചെയ്ത് പോവും. അപ്പോൾ ഗ്രാജുവലിയാണ് ഈ പറയുന്ന ഹാർട്ടും ബ്രെയിനും കിഡ്നിയും ഒക്കെ ഡാമേജ് ആവുന്നത്. അല്ലാതെ പ്രഥമ ദൃഷ്ടിയാൽ ഡിഫ്തീരിയ വന്ന ഉടനെ ഇതൊക്കെ ഡാമേജ് ആവും എന്നല്ല പറയുന്നത്. പക്ഷേ ഗ്രാജുവലാണ്. പക്ഷേ ആൻറ്റിടോക്സിൻസ് എടുത്തുകൊണ്ട് നമുക്ക് മറ്റ് സെല്ലുകളിലേക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിച്ചേക്കും. അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഷിക്ക് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഡയഗ്നോസ് കേട്ടോ. ഡിഫ്തീരിയ അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇത് അധികം നമ്മൾ കേൾവിയുള്ളതല്ല. ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ്. വാക്സിൻ ഗിവൺ ടു 5-year-old ചിൽഡ്രൻ ആണ് DPT, ഡിഫ്തീരിയ, പെർച്യൂസിസ് ആൻഡ് ടെറ്റനസ് വാക്സിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനാണ് DPT വാക്സിൻ എന്ന് പറയും. അംഗൻവാടികളിലൂടെയും മറ്റൊക്കെ കൊടുക്കുന്നത് പറ്റിയൊക്കെ നിങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. DPT വാക്സിൻ ഡിഫ്തീരിയ, പെർച്യൂസിസ് ആൻഡ് ടെറ്റനസിന് അഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാക്സിനാണ് DPT. ഡിസീസസ് പ്രിവെൻറ്റഡ് ബൈ DPT വാക്സിൻ ഏതൊക്കെയാണ്? ഒന്ന് ഡിഫ്തീരിയയാണ്, സോ കോമൺ, ഇതിനകത്ത് പേര് എഴുതിയിട്ടുണ്ട്. 2 പെർച്യൂസിസ് ആണ്, അല്ലേ, വൂപ്പിംഗ് കഫ് എന്ന് പറയും പെർച്യൂസിസ്. പിന്നുള്ളത് ടെറ്റനസ്, പേര് തന്നെ അത് കിടപ്പുണ്ട്, DPT, സിമ്പിൾ. ഇനി 4Ds എന്താണ്? 4Ds ദ ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B3, നിയാസിൻ, വിളിക്കുന്ന പേര് പെലഗ്ര. The 4Ds are known as diarrhea, dermatitis, dementia, death. ഡിസീസുകൾ ഏറ്റവും അപകടകരമാകുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡയറിയ, ഡെർമറ്റൈറ്റിസ്, ഡിമെൻഷ്യ, ഡെത്ത്. അല്ലാതെ നമ്മൾ 4D പറയുന്നത് കണ്ടോടാ, ഡെലിഗേറ്റ്, ഡു, ഡിലീറ്റ്, ഡിഫർ, ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ 4D ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ പറയും. അപ്പോൾ ഇതിൽ പെല്ലഗ്ര എന്ന് പറയുന്ന അസുഖം വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ്. അതിനകത്ത് പറയേണ്ട കാര്യമില്ലായിരുന്നു, നമ്മൾ വൈറ്റമിൻസിനെ പറ്റിയിട്ട് പഠിക്കും, ആ സമയത്ത് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ഈ അവസാനത്ത് നിങ്ങൾ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളതൊന്നും അല്ല. ഡെർമറ്റൈറ്റിസ് സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസും മറ്റുമൊക്കെയാണ്. ഡിമെൻഷ്യ വേറെയാണ്, ഡയറിയ വേണം. അപ്പോൾ ഈ കൂട്ടത്തിൽ പറയേണ്ട സാഹചര്യമില്ല, എന്നാലും ജസ്റ്റ് അത് കടന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അത് നമുക്ക് പ്രത്യേകിച്ച് അല്ലാതെ പഠിക്കുവേ, അതുകൊണ്ട് ഇവിടെ നിങ്ങൾ കണക്ക് കൂട്ടണ്ട. നമ്മൾ സെപ്പറേറ്റ് വിൽ ബി ഡിസ്കസിങ് ദോസ് തിങ്സ് ഓൾട്ടർനേറ്റീവ്ലി. ഓക്കെ, അടിപൊളി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പാർട്ട് 2. ഇനി ഒരു പാർട്ട് 3യും കൂടി ഉണ്ടാവുമെന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, കുറച്ച് ഡിസീസസും കൂടി കൂട്ടത്തിൽ പറയേണ്ട. അപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ കുഴപ്പമില്ല, അതൊരു പാർട്ട് 3 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ എന്നത്തെയും പോലെ വൈൻഡപ്പ് ചെയ്യുന്നു. പാർട്ട് 3യിൽ മറ്റു ചില ഡിസീസസുമായി ബന്ധപ്പെട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.